അതിരപ്പിള്ളി ഏഴാറ്റുമുഖം ചെക്ക് പോസ്റ്റിന് സമീപം വഴിതടഞ്ഞ് ഒറ്റയാനായ കട്ടപ്പ എണ്ണപ്പന തള്ളിയിട്ട ശേഷം റോഡിൽ നിന്നും നീങ്ങാതെ 1.5 മണിക്കൂറോളം അതിരപ്പിള്ളി ഏഴാറ്റുമുഖം റോഡിലെ ഗതാഗതം തടസ്സപ്പെടുത്തി. കുറച്ച് ദിവസങ്ങളായി ആന പ്രദേശത്തുണ്ട്. ഇവരുമായി മനോജ് ചേരുകയാണ്. മനോജ്, ഇപ്പോഴും ആന ഈ ഒരു സ്ഥലത്ത് തമ്പടിച്ചിരിക്കുകയാണോ? KP 7:30 തന്നെ നാട്ടുകാരെല്ലാം ഈ ആനയെ വിരട്ടി മാറ്റിയിരുന്നു. 6 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ അതിരപ്പള്ളി ഏഴാറ്റുമുഖം ചെക്ക് പോസ്റ്റിന് സമീപം ഈ വഴിതടഞ്ഞ് ഒറ്റയാനായ കട്ടപ്പ നിലയുറപ്പിച്ചത്. എണ്ണപ്പന റോഡിലേക്ക് തള്ളിയിട്ട് ആണ് ഈ റോഡിൽ നിന്ന് നീങ്ങാതെ 1.5 മണിക്കൂറോളം ഈ ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ട് ഈ ആന നിലയുറപ്പിച്ചിരുന്നത്. എന്തായാലും നിരവധി സഞ്ചാരികളും അതുപോലെ തന്നെ പ്രദേശവാസികളും ഈ റോഡ് മുറിച്ച് കടന്നു പോകുവാൻ പറ്റാതെ ബുദ്ധിമുട്ടിയിരുന്നു. കുറച്ച് ദിവസങ്ങളായി തന്നെ ഈ ആനയുടെ ഇത്തരത്തിലുള്ള സാമീപ്യം ഈ പ്രദേശത്തുണ്ട്. പലതവണ ഇത്തരത്തിൽ ഈ സഞ്ചാരികൾക്ക് ബുദ്ധിമുട്ടായി ആന മാറിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നിരവധി പ്രശ്നങ്ങളാണ് ഇത്തരത്തിൽ അതിരപ്പള്ളി റൂട്ടിൽ, അതായത് അതിരപ്പള്ളി ടൂറിസ്റ്റ് കേന്ദ്രം അതുപോലെ തന്നെ വാഴച്ചാലിലേക്കുമൊക്കെ പോകുന്ന സഞ്ചാരികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. വനംവകുപ്പിന് ഇതിൽ കൃത്യമായി ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നാണ് വ്യക്തമാകുന്നത്. കാരണം ആന ഈ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ അത് കൂടുതൽ ഗതാഗതത്തിന് വലിയ തരത്തിലുള്ള പ്രശ്നമുണ്ടാക്കുന്നു. ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള അപകടങ്ങളിലേക്ക് എന്തായാലും പോയിട്ടില്ല. ആനയുടെ ഇത്തരത്തിലുള്ള സാമീപ്യം നാട്ടുകാർക്കും അതുപോലെ തന്നെ സഞ്ചാരികൾക്കും ഭീഷണിയാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നിസ്സഹായരാണ്. കാരണം അവർക്ക് ഈ ആനയെ ഒന്നും ചെയ്യാനാവുന്നില്ല എന്നുള്ള കാര്യമാണ് പ്രദേശവാസികൾ ഉൾപ്പെടെ വ്യക്തമാക്കുന്നത്. എന്തായാലും ഒറ്റയാനായ കട്ടപ്പയാണ് ഇത്തരത്തിലൊരു സാഹസം, അതായത് എണ്ണപ്പന റോഡിലേക്ക് മറിച്ചിട്ടുകൊണ്ട് ഈ സഞ്ചാരികളെ വഴിതടയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. KP മനോജാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.